വ്യത്യസ്തനായ ഒരു കർഷകനെയാണ് ഇന്ന് കൃഷിദർശൻ പരിചയപ്പെടുത്തുന്നത്. സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും 3 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുന്ന തൃശ്ശൂർ കുന്നംകുളം കടവല്ലൂർ സ്വദേശി ശ്രീ ബാലാജി. കൃഷി പൊതുപ്രവർത്തകന് അന്യമല്ല എന്ന് തെളിയിക്കുക മാത്രമല്ല ബാലാജിയുടെ കൃഷിയിടങ്ങൾ. അവിടെ ബഹുമുഖങ്ങളായ വിളകളുടെ സർവകലാശാല കൂടിയാണ്. ബാലാജിയുടെ കൃഷിരീതികളും കൃഷി മാതൃകകളും പരിചയപ്പെടുത്തുകയാണ് ഇന്ന് കൃഷിദർശൻ. ബാലാജിയുടെ കൃഷിയുടെ മഹാപ്രപഞ്ചത്തിലേക്ക് ഒരു യാത്ര. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്കുന്ന ഒരാൾ, പ്രത്യേകിച്ചും മുഴുവൻ സമയ രാഷ്ട്രീയ ജീവിതം, എങ്ങനെയാണ് അങ്ങനെ ഒരാൾക്ക് കൃഷി ചെയ്യാൻ കഴിയുക? പലർക്കും ഒരു സംശയമുണ്ടോ? കൃഷിയോടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, കൃഷിയോടുള്ള വളരെ ചെറുപ്പം പഠിക്കുന്ന കാലത്ത് തന്നെയുള്ള ഒരു താല്പര്യവും കമ്പുമുണ്ട്. രണ്ടാമത്തെ, പൊതുപ്രവർത്തനം എന്നുള്ളത് ജനനന്മയ്ക്ക് വേണ്ടിയാണ് ആണല്ലോ. അതേപോലെ തന്നെയാണ് കാർഷിക മേഖലയിലെ പ്രവർത്തനവും. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഉൽപ്പാദന മേഖലയിലുള്ള തളർച്ചയും അതിൻ്റെ തകർച്ചയുമാണ്. അപ്പോൾ കാർഷിക മേഖല എന്ന് പറയുന്നത് ഉൽപ്പാദന മേഖലയിൽ വർധനവുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു പൊതുപ്രവർത്തനമാണ്. എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഞാൻ കാർഷിക വൃത്തിയെ കാണുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ബാലാജിയുടെ ഈ പറമ്പിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ വളരെ ബഹുമുഖങ്ങളായ നെല്ലുൾപ്പെടെ, പച്ചക്കറി ഉൾപ്പെടെ, വാഴ ഉൾപ്പെടെ എല്ലാ കൃഷിയുമുണ്ട്. ബഹുമുഖങ്ങളായ വിളകളാണത്. ഇതിനോട് ഏറ്റവും ആഭിമുഖ്യമുള്ള ഒരു വിള ഏതാണ്? നമുക്ക് ഏറ്റവും ആഭിമുഖ്യ വിള എന്ന് പറയുന്നത് മറ്റേ പച്ചക്കറിയാണ്. വിവിധ തരം പച്ചക്കറികളാണ്. അപ്പോൾ വെറൈറ്റീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാകും. പക്ഷേ അതിലും പ്രാധാന്യമായി കാണുന്നത് നെൽകൃഷിയാണ്. എത്ര സ്ഥലത്താണ് നെല്ലുള്ളത്? ഞാൻ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ കൃഷിക്ക് 10 ഏക്കർ പാട്ടത്തിനെടുത്തിട്ടും എൻ്റെ 2 ഏക്കറിലുമായി 12 ഏക്കർ കൃഷി ചെയ്തു. ബാലാജി, അപ്പോൾ പൊതുവെ കേരളത്തിലുള്ള കർഷകർക്കും അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു അഭിപ്രായമുണ്ട്, ഈ നെല്ല് അധികം ഒരു ലാഭം കിട്ടുന്നൊരു വിളയല്ല. ഒന്നാമത് നമ്മൾ അതിനുവേണ്ടി മുടക്കുന്ന ഒരു അധ്വാനത്തിനനുസരിച്ച് ഒരു പ്രതിഫലം നെല്ലിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ബാലാജിയുടെ അഭിപ്രായം ഒരു എനിക്കൊക്കെ ഒരു 15 വർഷം, ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ തന്നെ ഒരു പക്ഷേ ലാഭം ഇല്ലാത്ത, അല്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല, എപ്പോഴും ലാഭമില്ലാത്ത ഒരു കൃഷി എന്നൊക്കെ തോന്നിയിരുന്നു. ഇപ്പോൾ അങ്ങനെ പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. 40% ലാഭമുണ്ട്. ഏത് വിളയാണ് നെല്ല്? ഞാൻ ഉമ ചെയ്യാം. അതിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ കാലത്തെ പോലെയല്ലല്ലോ, എല്ലാം മെക്കനൈസറല്ലേ. നടന്നൊരു മെഷീനാണ്. പുല്ല് വരാതിരിക്കാനുള്ള കളവെട്ടുന്നുണ്ട്. കൊയ്യാൻ മെഷീനാണ്. മറ്റേ ഞാറ്റടി, അതൊന്നും ഒരു പ്രയാസമില്ല. അതായത് ഇപ്പോൾ കാലത്ത് കൊയ്ത്ത് തുടങ്ങിയാൽ പിറ്റേ ദിവസം കാലത്ത് നമ്മുടെ നെല്ല് സിവിൽ സപ്ലൈസിന് എത്തി. 19 രൂപ. ഇപ്പോൾ ഞങ്ങൾക്ക് 20 കിട്ടുന്ന പ്രതീക്ഷയാണ്. 19 നിൽക്കുന്നുണ്ട്. രൂപ കിട്ടിയാൽ തന്നെയും ലാഭം. 40% ലാഭമാണ്. ഈ 40% ലാഭം ഉണ്ടാകുന്നത് 4 മാസക്കാലം കൊണ്ടാട്ടാ. അത് നോക്കണം. 120 ദിവസം കൊണ്ട് 40% ലാഭം ഉണ്ടാക്കുന്ന. ഇപ്പം ഞാൻ 24,000 കിലോ നെല്ല് എൻ്റെ സിവിൽ സപ്ലൈസിന് കൊടുത്തു തവണ. ഈ നെൽകൃഷിയിൽ ബാലാജിയുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് തന്ത്രങ്ങൾ വല്ലതും ഉണ്ടോ? അതില്ല. അതിങ്ങനെ ഞങ്ങൾ നന്നായി ശരിക്കും പറയാച്ചെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പരമാവധി അതിൽ പഴയ കാലത്തെ നെൽകൃഷിയുടെ ഒരു കൺസെപ്റ്റിൽ നിന്ന് പാടെ മാറിയതാണ് പുതിയ വിത്തനങ്ങളും പുതിയ രീതികളും. അപ്പോൾ അത് വെള്ളം ഒരിക്കലും വെള്ളം കൂടുതൽ നിർത്തില്ല. വെള്ളം ഇങ്ങനെ
വളരെ കുറഞ്ഞ വെള്ളം നിർത്തുള്ളൂ, ഒരു അര ഇഞ്ച് വെള്ളമൊക്കെ നിർത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴുക്കി വിടുന്നത് അത് കൂടുതൽ ചെനകൾ പൊട്ടാനും നല്ല വിളവുണ്ടാകാൻ സഹായിക്കും. ഈ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളൊക്കെ ഈ ബാലാജിയുടെ ഒരു കൃഷിയെക്കുറിച്ച് അത് കാണാനും ഒക്കെ വരാറുണ്ട്. നല്ല അഭിപ്രായമാണ്. പക്ഷേ നമ്മൾ നന്നായി പ്രത്യേകിച്ച് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിക്കാറുണ്ട്, വരാറുണ്ട്. കാലത്ത് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഇവിടെ വരിക. അപ്പോൾ അവർക്ക് യാതൊരു പരാതിയില്ല. അവർക്കറിയാം ഞാൻ 9 മണി വരെ എന്തായാലും ഇവിടെ ഉണ്ടാകുക എന്ന് അവർക്കറിയാം. അപ്പോൾ ഇതിനിടയിൽ ഇത് രാവിലെ എത്ര മണിക്കാണ് പറമ്പിലേക്ക് വരുന്നത്? 6 മണിക്ക് എത്തും. 5 മണിക്ക് എണീറ്റ് പശുക്കളെ കറന്ന് ആ പാലെല്ലാം കൊണ്ട് പോകാനുള്ള ഏർപ്പാട് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ പാടത്തേക്ക് വരും. ഒരു 9 മണി വരെ പാടത്തുണ്ടാകും. അപ്പോൾ അതിൽ പ്രധാനമായും നന, പിന്നെ മറ്റേ വളപ്രയോഗം, മറ്റേ വിളവെടുപ്പ് ഇതെല്ലാം ചെയ്യും. പിന്നെ എനിക്ക് സഹായിക്കാൻ വേണ്ടി ബാസി എന്ന് പറയുന്നൊരു ആളുണ്ട്, വീട്ടിലംഗത്തെ പോലെയാണ്, നന്നായി സഹായിക്കും. ഈ നമ്മളിപ്പോൾ പൊതുപ്രവർത്തനത്തിലെ പോലെ ഒരു സമന്വയത്തിൻ്റെ പാത സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ കൃഷിയിൽ എന്തെങ്കിലും ഒരു സമന്വയം ഉണ്ടോ? അപ്പോൾ പലതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അങ്ങനെ ഉണ്ടോ? അല്ല, അതെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റേ കൃഷിയിലെ സമന്വയം എന്ന് പറയുന്നത് മറ്റേ മൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ആ പശുവിൻ്റെ തൊഴുത്ത് കഴുകിയ വെള്ളം നേരം എടുത്തു ഇവിടെത്തു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നെല്ല്, അതിൻ്റെ വൈക്കോല്, വളത്തിൻ്റെ കാര്യത്തിൽ വളം മുഴുവൻ അത് തന്നെയാണല്ലോ. ബാലാജിയെ സംബന്ധിച്ചിടത്തോളം ബാലാജിയുടെ കൃഷിയായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ഇവിടെ കടലൂർ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും പിന്തുടർന്നു വരുന്നത്. കാരണം ഒട്ടേറെ ഭൂമി തരിശായി കിടക്കുന്ന സ്ഥലത്ത് പൊന്നു വിളയിച്ചതാണ് ബാലാജി. ആ ബാലാജിയുടെ പ്രവർത്തനം കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനത്തിനും നല്ല മൂലധനം ഉണ്ടാക്കി തന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കടലൂർ പഞ്ചായത്തിലെ യുവാക്കൾ മുഴുവൻ എന്ന് തന്നെ പറയാം കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ബാലാജിയുടെ പ്രവർത്തനം കണ്ട് കൃഷിയായിട്ടുള്ള ആ പരിപൂർണത 100% വിളയിച്ചിട്ടുള്ള ബാലാജിയെ അനുഗമിക്കുന്നതാണ് ജനം മുഴുവൻ, ഈ പഞ്ചായത്തിലെ മുഴുവൻ ചെറുപ്പക്കാരും. എങ്ങനെ കൃഷി ലാഭം ഉണ്ടാക്കാം അതാണ് ബാലാജി ചെയ്യുന്നത്. കൃഷി എല്ലാവരും നഷ്ടം എന്ന് പറയുമ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാലാജിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അത് 100%ലേക്ക് എത്തിയാണ് ലാഭം കൊണ്ട് തന്നെ. ഞാനടക്കം കൃഷിയിലേക്ക് തിരിഞ്ഞത് ബാലാജിയുടെ പ്രവർത്തനം കണ്ടട്ടാ. ബാലാജി ഇപ്പോൾ ഒരു യഥാർത്ഥ കൃഷിക്കാരൻ്റെ കൃഷിയിടം ചിത്രീകരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരു പൊതുപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിട്ടിരിക്കുന്ന ഒരാളുടെ കൃഷി. അപ്പോൾ അത് കേൾക്കാൻ എനിക്ക് തോന്നുന്നു, അത് കാണാനും കേൾക്കാനും പ്രേക്ഷകർക്കും വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൃഷിയെ നമുക്കൊന്ന് ഒരു പട്ടികപ്പെടുത്തി പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള പച്ചക്കറികൾ, ഉദാഹരണമായിട്ട് വെണ്ടയുടെ പാടത്താണ് നമ്മൾ നിൽക്കുന്നത്, എങ്ങനെയാണ് വെണ്ടയുടെ ഒരു കൃഷി രീതി, തന്ത്രം എന്താ? വെണ്ടയുടെ 2 സമയത്തായിട്ടാണ് കൃഷി ചെയ്യുക. അതൊന്ന് നമ്മുടെ ഇപ്പോൾ മാർച്ച് മാസമാണല്ലോ, ഒരു ജനുവരി ഫസ്റ്റ് വീക്കിൽ കൃഷി ചെയ്യും. അതൊരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം കൂടി അതിൻ്റെ വിളവെടുപ്പ് കഴിയാറായി, 3 മാസമാകുമ്പോഴേക്ക് വിളവെടുപ്പ് കഴിയും. അതിൽ വെണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡ് എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ അവസാനത്തോടു കൂടി വീണ്ടും പ്ലാന്റ് ചെയ്യും. ഇത് പറിച്ച് കളഞ്ഞ് പ്ലാന്റ് ചെയ്യും. അത് ഒരു മെയ് ലാസ്റ്റോടു കൂടി ജൂൺ ആദ്യവാരത്തോടുകൂടി അത് പൊടി കൊടുത്ത് ആവും. അപ്പോൾ മഴ വന്നു. പിന്നെ അല്ല ആ മഴയത്തെ പിന്നെ ഉണ്ടാകുക രണ്ടാമത്തെ വെള്ളം. അതിനിടയ്ക്ക് ഒരു 45 ദിവസം ആകുമ്പോഴത്തേക്ക് ഇടയിൽ എന്തെങ്കിലും ചെയ്യും? ഇതിൻ്റെ ഇടയിൽ ചെയ്യും. അതിൻ്റെ ഇടയിൽ പിന്നെ പയർ. ഏത് പയറാണ്? പയർ ഇവിടെ 4 ഐറ്റംസ് പയറുണ്ട്. ഒന്ന് കനകമണി എന്ന് പറയും, ഏറ്റവും രുചികരമായിട്ടുള്ള സാധനം, അത് വളരെ പച്ച. പിന്നെ മീറ്റർ പയറുണ്ട്, അത് 1 മീറ്റർ വരെ നീളം അതിനുണ്ടാകും. 18 മണി. യെസ്. ലോല എന്ന് പറയുന്ന സാധനമുണ്ട്, വണ്ണം കുറഞ്ഞ നീളത്തിലുള്ളതുണ്ട്. പിന്നെ ശാരികയുണ്ട്, ഈ ചാരിക. പിന്നെ ഏറ്റവും പ്രധാന ഇപ്പോൾ കൊല്ലം ഒരു പരീക്ഷ ചെയ്യുന്നത് ഈ ചുവന്ന പയറുണ്ട്, മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ളതാണ്. തിരുപ്പുന്ന ഒരു വയലറ്റ്, അത് ഈ കൊല്ലം മുതൽ കൃഷി ചെയ്യുന്നുണ്ട്. 4 ഐറ്റംസ് പയറുണ്ട്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടവല്ലൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജനജീവിതം നടത്തുന്ന ഒരു മേഖലയാണ് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നെല്ല്, അതുപോലെ തെങ്ങ്, വാഴ, ഇതെല്ലാം സമ്മിശ്രമായിട്ടുള്ള പ്രദേശമാണ് കടവല്ലൂർ പഞ്ചായത്ത്. ബാലാജിയുടെ കൃഷിയുടെ കടവല്ലൂർ പഞ്ചായത്ത് തന്നെ പ്രചോദനം. കടവല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചെങ്കിൽ ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സമയത്ത് പോലും ഇതിന് സമയം കണ്ടെത്തുകയും അത് ഒരു ഉപജീവന മാർഗമായിട്ട്
കൃഷി ലാഭകരമാക്കി അതിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു കർഷകൻ കൂടിയിട്ടാണ് ബാലാജി. അത് കടവല്ലൂർ പഞ്ചായത്തിന് ഒരു മാതൃകയാണ്, മറ്റ് കൃഷിക്കാർക്കല്ല. കടവല്ലൂർ പഞ്ചായത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ശരി, മറ്റേ കുടുംബശ്രീ ആയാലും ശരി, തൊഴിലുറപ്പ് ആയാലും ശരി, അവരെല്ലാവരെയും കൊടുന്ന് കാണിക്കുന്നത് ഞങ്ങൾ ബാലാജിയുടെ കൃഷിയിടം. ബാലാജിയുടെ കൃഷിയിടത്തിൽ നിന്ന് അത് കണ്ട് പഠിക്കുക എന്നുള്ളത്, അത് മാതൃകയാക്കിയിട്ടാണ് മറ്റ് മേഖലയിലെല്ലാം തന്നെ കൃഷിയിടങ്ങളിലേക്ക് പോകാറ്. ഇപ്പോൾ കടവല്ലൂർ പഞ്ചായത്തിൽ 2000 ആണ് തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയുടെ പ്രസിഡൻ്റായിട്ട് ബാലാജി അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം, കടവല്ലൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയിലുണ്ടായിട്ട് മുന്നേറ്റം, അത് പറയാൻ പറ്റാത്ത വാക്കുകളില്ല എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അത് മറ്റ് എല്ലാ പഞ്ചായത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും കാർഷിക മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വില ലഭിക്കുന്നില്ല എന്നുള്ളത്, അതിനാവശ്യമായ കമ്പോളം കണ്ടെത്തുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനാവശ്യമായ രീതിയിലാണ് ഇപ്പോൾ കടവല്ലൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ, ഇപ്പോൾ വന്നിട്ടുള്ള കൃഷി ഓഫീസർ സ്മിത ജോണിൻ്റെ നേതൃത്വത്തിൽ അതിനാവശ്യമായ രീതിയിലുള്ളൊരു വിപണന കേന്ദ്രം കണ്ടെത്താൻ ആവശ്യമായ രീതിയിൽ ഞങ്ങൾ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഈവനിങ് മാർക്കറ്റ് കടവല്ലൂർ പഞ്ചായത്തിൽ തുടങ്ങാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ തന്നെ അവിടെ വിറ്റഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വിപണന കേന്ദ്രം കണ്ടെത്താൻ ഞങ്ങൾ കടവല്ലൂർ പഞ്ചായത്ത് കണ്ടെത്തുകയും ഈ കർഷകരുടെ ഈ വിലാപം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് വെള്ളരി വിളവെടുത്ത് കിടക്കുക. അതെ. അപ്പോൾ അതെങ്ങനെ, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? അത് വളരെ ഈ സീസണിൽ മാത്രമായിട്ട് നന്നായിട്ട് ഉണ്ടാക്കുക. അത് ഒരു ജനുവരി ഫസ്റ്റ് വീക്കിൽ നമ്മൾ കുത്തിയിടും. അത് ഏപ്രിൽ അവസാനത്തോടുകൂടി അതിൻ്റെ പീരീഡ് കഴിയും, വെള്ളരി പീരീഡ് കഴിയും. അപ്പോൾ ആ വെള്ളരി പാടത്ത് പിന്നെ എന്ത് ചെയ്യും? വെള്ളരി പാടത്ത് അപ്പോഴേക്കും നമ്മൾ നെല്ല് വിതയ്ക്കാറായി. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇരുപ്പൂവൽ കൃഷിയാണ്. നമ്മുടെ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രയാസം പറയുന്നത് നമുക്ക് 2.5 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയായി കുറഞ്ഞുപോയി. ഒരു 15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ 30% കുറഞ്ഞുപോയി കൃഷി. ഇനി രക്ഷപ്പെടാനുള്ളൊരു മാർഗം പരീക്ഷിക്കാനുള്ളത് 2 പൂവൽ കൃഷി ചെയ്യാന്നുള്ള ഒരു സമയം പോലും വെറുതെ എടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി വിതയ്ക്കും. അത് ഓണത്തിന് മുമ്പായി കൊയ്യും. ഓണം കഴിഞ്ഞാൽ വീണ്ടും നടും. അത് ഡിസംബർ ജനുവരിയോട് കൊയ്യും. അപ്പോൾ അതിലിടയ്ക്ക് കിട്ടുന്ന പീരീഡാണ് ഈ 3 മാസം 3-4 മാസം. ഈ 3 മാസം പാടത്ത് എല്ലാ പച്ചക്കറികളും ചെയ്യും. അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ കൃഷിഭൂമി ഒരു സമയം പോലും വെറുതെ ഇടുന്നില്ല. നെല്ലായിട്ടും പച്ചക്കറിയായിട്ടും മാറി മാറി എല്ലാ സമയത്തും ആ മണ്ണിൽ നിന്ന് നമ്മൾ വിളവ് എടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ പയറിൻ്റെ പന്തലാണ്. കാരണം സാധാരണ ഒരു കൃഷി സ്ഥലത്തിട്ടേക്കുന്ന രീതിയിലുള്ള പന്തലല്ല, എല്ലാം വളരെ ലളിതമായി ചെയ്തിരിക്കുന്നു. എന്നാൽ അതിനകത്ത് ഒരു തന്ത്രമുണ്ട്. അത് ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു തന്ത്രം പോലെ തന്നെ തോന്നുന്നുണ്ട് ഈ പയറിൻ്റെ. അതെങ്ങനെയാണ് അതൊന്ന് വിശദീകരിക്കുക? അതെന്ന് പറയുന്നത് ഇപ്പോൾ വലിയ പന്തലിടുമ്പോൾ വരുന്ന കോസ്റ്റ്, ഇപ്പോൾ നമ്മുടെ കൃഷിയിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കൃഷി മേഖലയിൽ വരുന്ന സാമ്പത്തിക ചെലവുകളാണ്. എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്, ലേബർ കിട്ടാനില്ല, വലിയ ചാർജാണ്. ഇതെന്ന് പറയുന്നത് വലിയ ലേബറൊന്നും വേണ്ട, ഇത് ഞങ്ങൾക്ക് ചെയ്യാവുന്നതുള്ളൂ. യെസ്, നമ്മുടെ വളപ്പിൽ കഴുകും തോട്ടത്തിൽ ഉണങ്ങിയ കഴുക് എല്ലാ കൊല്ലും ഒരു 4-5 കഴുക് ഉണങ്ങി പോകുമല്ലോ. അപ്പോൾ ഉണങ്ങിയ കഴുക് കിട്ടും, വാഴൻ്റെ നാര കൊണ്ട് തന്നെ അത് കിട്ടും. ലേബറും വേണ്ട, മറ്റേ സാമഗ്രികളതിന് ആവശ്യമില്ല. അപ്പോൾ അതാണ് ഉപയോഗിക്കുക. പിന്നെ ഇടയിൽ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു വാഴത്തോട്ടം. അതെ. ഏതനോ വാഴ ഇപ്പോൾ നിൽക്കുന്ന വാഴ ഇത് പൂജക്കദളിയാണ്. ഇതെല്ലാം പൂജക്കദളിയാണ്. ഒരു 10-200 പൂജക്കദളിയുണ്ട്. ആ ഒരെണ്ണം തിരഞ്ഞെടുത്ത് വെക്കാനുള്ള തിരഞ്ഞെടുക്കുക കൗതുകത്തിന് വേണ്ടി തുടങ്ങിയതാണ്. കാരണം പിന്നെ നോക്കുമ്പോൾ അതിന് ഏറ്റവും ഡിമാൻഡ് ഉള്ളതാണ് പൂജക്കദളി. കാരണം ഈ പൂജക്ക് വേണ്ടി ഉള്ള ഏറ്റവും പൂജക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും. അപ്പോൾ അത് പവിത്രമായ യെസ്. അപ്പോൾ അത് നമ്മുടെ കുന്നംകുളത്ത് ഒരു പൂജാ സാധനം വിൽക്കുന്ന കടയുണ്ട്, അവിടെ കൊടുക്കും. അവിടെ നല്ല വില കിട്ടും. അവിടെ മറ്റെല്ലാത്തിനും ഇരട്ടി വില കിട്ടും. അപ്പോൾ ഒരു മൈസൂരിക്കുളക്കോ അല്ലെങ്കിൽ ഞാലിപ്പൂവിനോ കിട്ടുന്നതിൻ്റെ ഇരട്ടി വില പൂജക്കദളി കിട്ടും. അത് പ്രത്യേകിച്ച് മറ്റൊരു ചിലവൊന്നുമില്ല. അതൊക്കെ തന്നെ ഈ വേറെ കന്ന് വെക്കുമ്പോൾ കൊടുക്കുന്ന എന്തെങ്കിലും ചാണപ്പൊടി എന്നല്ലാതെ വേറൊന്നും പിന്നെ കൊടുക്കുന്നില്ല. ഈ രാഷ്ട്രീയത്തിലെ ഈ തന്ത്രങ്ങൾ പോലെ തന്നെ കൃഷിയിലും ചില തന്ത്രങ്ങൾ വേണമെന്ന് അഭിപ്രായം വേണം രക്ഷപ്പെടാതെ വേണം. യെസ്. എന്നാൽ ഇത് ഒരു മെസ്സേജ് കൊടുക്കാനൊക്കെ ശരിയാണ്, ഇൻസ്പിറേഷനൊക്കെ ശരിയാണ്. പക്ഷേ ലാഭം ഉണ്ടാകണമല്ലോ. ലാഭം ഉണ്ടാക്കി കൃഷിക്കാർ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിർബന്ധമാണ്. ഇപ്പം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഈ ഉൽപ്പന്നങ്ങൾ എല്ലാ ദിവസവും വിളവെടുപ്പുണ്ട് മിക്കവാറും. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ സീസണായല്ലോ. ഇനിയിപ്പോൾ മിഞ്ഞാന്ന് വിളവെടുത്തു, ഇന്ന് വിളവെടുത്തു. ഈ ചീര എല്ലാ ദിവസവും വിളവെടുക്കും.
ചീര എല്ലാ ദിവസവും ഒരു 35-50 കിലോ ചീര മാർക്കറ്റിൽ എത്തിക്കും. എനിക്ക് തോന്നുന്നു അരുൺ ചീര, ചുവന്ന ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്. ഏറ്റവും ഡിമാൻഡ് ഏതാ? പച്ചയ്ക്ക്. നെറ്റിയിലെ വിയർപ്പിൽ നിന്നും അപ്പം സമ്പാദിക്കണം എന്ന ബൈബിൾ വചനമാണ് ബാലാജിക്ക് കൂട്ട്. സ്വന്തം വിയർപ്പുമണികൾ മണ്ണിനർപ്പിച്ച് സ്വർണ്ണമണികൾ മണ്ണിൽ നിന്ന് കൊയ്തെടുക്കുകയാണ് ബാലാജി. കൃഷിയുടെ ഹരിത റീലുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണാം, ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്നി ഫാമുകൾക്ക് നബാർഡ് സബ്സിഡി നൽകും. കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള കൃഷി ഡിപ്ലോമയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. പന്നി പ്രജനന ഫാമുകൾക്കും പന്നി വളർത്തൽ യൂണിറ്റുകൾക്കും നബാർഡ് 25% സബ്സിഡി നൽകുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് നടപ്പാക്കുന്ന പ്രോജക്റ്റുകൾക്കാണ് സബ്സിഡി അനുവദിക്കുക. പന്നി പ്രജനന ഫാമുകളിൽ 20 പെൺപന്നികളും 4 ആൺപന്നികളും ഉണ്ടായിരിക്കണം. 3 പെൺപന്നികളും 1 ആൺപന്നിയും അടങ്ങുന്നതാണ് പന്നി വളർത്തൽ യൂണിറ്റ്. പൊതുവിഭാഗത്തിലുള്ളവർക്ക് 25% സബ്സിഡിയും പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് 3.33% സബ്സിഡിയും ലഭിക്കും. ശാസ്ത്രീയമായി കാലിത്തീറ്റ നിർമ്മിക്കുന്നതിനും ക്ഷീരോത്പാദകക്ഷമത ഉയർത്താനും ലക്ഷ്യമിട്ട് മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ അനിമൽ ന്യൂട്രീഷൻ വിഭാഗം ക്ഷീരപ്രഭ എന്ന സോഫ്റ്റ്വെയർ പുറത്തിറക്കിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ മണ്ണാർക്കാട് കോഴിഫാമിൽ ഗ്രാമശ്രീ ഇനത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വിതരണത്തിനായി തയ്യാറായിട്ടുണ്ട്. ബുധൻ, ശനി ദിവസങ്ങളിലാണ് 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കർഷകർക്കായി നൽകുന്നത്. മണ്ണാർക്കാട് കോഴി വളർത്തൽ കേന്ദ്രത്തിന്റെ ഫോൺ നമ്പർ 0481 237 3710. വെറ്റിനറി സർവകലാശാല കുടുംബശ്രീ അംഗങ്ങൾക്കായി ആരംഭിക്കുന്ന സംയോജിത കൃഷിയിലെ ഡിപ്ലോമ പ്രോഗ്രാമിന് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.kvasu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെറ്റിനറി സർവകലാശാലയിൽ പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, പന്നി വളർത്തൽ എന്നീ മേഖലയിൽ ഇവയുടെ ഫാമുകൾ സന്ദർശിക്കുവാനും 1 ദിവസത്തെ പരിശീലനത്തിനും എന്റർപ്രന്യൂർഷിപ്പ് വിഭാഗവുമായി ബന്ധപ്പെട്ടാൽ മതി. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 237 6644. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടം ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ജില്ലയിൽ UP ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 24-ാം തീയതി ചിത്രരചന, പെയിന്റിംഗ്, ക്വിസ്, പ്രബന്ധരചന എന്നിവയിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ 24-ാം തീയതിക്ക് മുൻപായി തിരുവനന്തപുരം പട്ടം ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വേനലിൽ ശക്തമായ മഴ ലഭിച്ചതിനാൽ കറവ പശുക്കളിൽ അകിടുവീക്കം, മുടന്തൻ പനി, കുരലടപ്പൻ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രോഗനിയന്ത്രണത്തിനായി തൊഴുത്തും പരിസരവും ദിവസേന കഴുകി അണുവിമുക്തമാക്കണം. ഈച്ചകളിലൂടെ പകരുന്ന രോഗമായതിനാൽ വളക്കുഴികളും ആഴ്ചതോറും കുമ്മായം വിതറുന്നത് നല്ലതാണ്. കുരലടപ്പൻ രോഗത്തിനെതിരായി കന്നുകാലികൾ കുത്തിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 15,900 രൂപ ക്വിൻ്റലിന്, വെളിച്ചെണ്ണ കോഴിക്കോട് 16,200 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 15,850 രൂപ, കൊപ്ര കൊച്ചിയിൽ ക്വിൻ്റലിന് 11,200 രൂപ, കൊപ്ര കോഴിക്കോട് 10,700 രൂപ, കൊപ്ര തൃശൂർ 10,750 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 71,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73,500 രൂപ, ചുക്ക് മീഡിയം 34,500, ചുക്ക് ബെസ്റ്റ് 36,000, മഞ്ഞൾ സേലം 7,400 രൂപ, മഞ്ഞൾ ഈറോഡ് 8,100 രൂപ, അടയ്ക്ക പുതിയത്
17,000-നും 18,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS ഗ്രേഡ് 5 14,300 രൂപ, റബ്ബർ RSS ഗ്രേഡ് 4 14,600 രൂപ. കോട്ടയം റബ്ബർ RSS ഗ്രേഡ് 5 14,250 രൂപ, റബ്ബർ RSS ഗ്രേഡ് 4 14,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,900 രൂപ, 15,900 രൂപ. ജൂൺ അവധി 14,405 രൂപ. ജൂലൈ അവധി 13,800 രൂപ. കൊപ്ര 11,200 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,850 രൂപ. പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 71,500 രൂപ. കുരുമുളക് ഗാർബിൾഡ് 73,500 രൂപ. ചുക്ക് മീഡിയം 34,500. ചുക്ക് ബെസ്റ്റ് 36,000. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും ഇടയിൽ. ജാതിക തൊണ്ടൻ കിലോഗ്രാമിന് 275 രൂപ മുതൽ 300 രൂപ വരെ. തൊണ്ടില്ലാത്തത് 475 മുതൽ 550 രൂപ വരെ. ജാതിപത്രി കിലോഗ്രാമിന് 800 മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 950 മുതൽ 1,145 രൂപ വരെ. റബ്ബർ RSS ഗ്രേഡ് 5 14,300 രൂപ. RSS ഗ്രേഡ് 4 14,600 രൂപ. ഒട്ടുപാൽ 10,700 രൂപ. ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. കാർഷിക മേഖലകളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള കുരുമുളകിന്റെ പ്രതിദിന വരവ് 5 ടണ്ണായി കുറഞ്ഞത് വ്യാപാരികളെ അസ്വസ്ഥരാക്കി. ഗാർബിൾഡ് കുരുമുളക് 73,500 രൂപയിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഉൽപ്പന്നത്തിന് ആവശ്യക്കാരേറെയുണ്ട്. കാർഗിൽ മുളകിന്റെ ലഭ്യത ചുരുങ്ങി. ഇതര ഉൽപ്പാദക രാജ്യങ്ങളുടെ മുളക് വില ഇന്ത്യൻ നിരക്കിനേക്കാൾ ടണ്ണിന് $3,000 കുറവാണ്. ടയർ വ്യവസായികൾ റബ്ബറിൽ പിടിമുറുക്കുകയാണ്. പ്രമുഖ വിപണികളിൽ റബ്ബർ ഷീറ്റ് വരവ് ചുരുങ്ങിയത് കണ്ട് വ്യവസായികൾ 4ാം ഗ്രേഡ് 14,600 ഉയർത്തി. 5ാം ഗ്രേഡിന് കിലോ 143 രൂപയിലും ലാറ്റക്സ് 110 രൂപയിലുമാണ്. വെളിച്ചെണ്ണയ്ക്ക് 16,000 രൂപയിലെ പ്രതിരോധം മറികടക്കാനായില്ല. തുടർച്ചയായ 3ാം ദിവസവും കൊച്ചിയിൽ എണ്ണവില 15,900 നിലകൊണ്ടു. അതേസമയം തമിഴ്നാട്ടിൽ ഇന്ന് നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഡിമാൻഡ് നിലനിന്നിട്ടും ചുക്കുവില 500 രൂപ കുറഞ്ഞ് 36,000 രൂപയിലാണ് മികച്ച ഇനത്തിന്റെ കൈമാറ്റം നടന്നത്. ഏലയ്ക്ക ഉൽപ്പാദകർക്ക് പ്രതീക്ഷ പകർന്ന് കുമിളിയിൽ രാവിലെ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 1,040 രൂപയിലേക്ക് കയറി. അതേസമയം ശരാശരി ഇനങ്ങളുടെ വില 765 രൂപയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4, 26.2. കൊച്ചി 34.2, 25.4. ആലപ്പുഴ 33, 26.2. പുനലൂർ 33.2, 24. തിരുവനന്തപുരം 32.2, 27.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.